ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ കിച്ചൺ ഗാർഡൻ്റെ ഒരു വ്ളോഗാണ്. സോ ഈ വ്ളോഗിൽ എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കിച്ചൺ ഗാർഡനിലുണ്ടായിരുന്ന കംപ്ലീറ്റ് സംഭവങ്ങളൊക്കെയാണ്. ഇതൊന്ന് ഒരു ചെറിയ വ്ളോഗാണ്, കാണാവുന്നവർക്ക് ഇഷ്ടപ്പെടും ഞങ്ങളുടെ ഒരു കിച്ചൺ ഗാർഡൻ്റെ ഒരു ലുക്ക്. ആദ്യം ഉണ്ടായിരുന്നത് കുരുമുളകിൻ്റെ ചെടിയായിരുന്നു. പിന്നെ അത്യാവശ്യം നമ്മളൊരു ക്യാനിനകത്ത് ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വിത്തുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സീഡ്സ് വെറുതെ കളയാതെ ഇതുപോലെ ചെടികളിലിട്ട് വയ്ക്കുമ്പോഴത്തേക്കും അതങ്ങ് വളർന്ന് വരുന്നതാണ്. പിന്നെ ഇതൊരു സപ്പോട്ട മരമാണ്. സപ്പോട്ട മരം ഇത്രയേ വളരത്തുള്ളൂ, സപ്പോട്ടയൊക്കെ ആയി വരുന്നുണ്ട്. ഇത് നമുക്ക് ഒരാളെ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ, വെറുതെ തന്നതായിരുന്നു. നല്ല രസമുണ്ടല്ലേ, കുരിപ്പിരുന്ന് കളിക്കുന്നു. നെക്സ്റ്റ് ഇതാണ് കംപ്ലീറ്റ് ലുക്ക് ഓഫ് ഞങ്ങളുടെ കിച്ചൺ ഗാർഡൻ. സോ കിച്ചൺ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മുഴുവനും എൻ്റെ അച്ഛനാണ്. സോ ഫ്ലവേഴ്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, അത്യാവശ്യം ഒരു 5-6 വെജിറ്റബിൾസിൻ്റെ ഒരു കൂട്ടം ഉണ്ട് ഇതിൽ. പിന്നെ തുളസി, പിന്നെ നമ്മുടെ ഒരു ആയുർവേദിക് സംഭവങ്ങളൊക്കെ ഉണ്ട്. ആദ്യം കാണിച്ചത് പേരയ്ക്ക മരമായിരുന്നു, അത് അത്രേ വളരത്തുള്ളൂ. സോ ഈ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ ഇട്ട് വളർക്കുമ്പോഴത്തേക്കും അതിന് കപ്പാസിറ്റി അത്രേ ഹോൾഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ മേരി ഗോൾഡിൻ്റെ 2 ടൈപ്സ് ഓഫ് ചെടികൾ ഗ്രോ ബാഗ്സിലായിട്ട് നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് റാഡിഷാണ്. റാഡിഷ് വീട്ടിൽ മേടിച്ചപ്പോഴത്തേക്കും അതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്ത് വെറുതെ മണ്ണിനകത്ത് കുഴിച്ചിട്ടാണ് ഇറ്റ് ഗ്രോൺ അപ്പ് ലൈക്ക് ദിസ്. പിന്നെ മേരി ഗോൾഡിൻ്റെയാണ്. ഈ റോ കംപ്ലീറ്റ്ലി നമ്മൾ മേരി ഗോൾഡിന് വേണ്ടി ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. സോ അത് നല്ല രസമായിരിക്കും ഇതിന്. അതായത് ഇപ്പം വളർന്നു വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂക്കൾ എങ്ങനെ ഉതിർന്ന് ഇത് വാടിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു അറ്റത്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ താഴെ വീഴുമ്പോഴത്തേക്കും അതിൽ നിന്ന് ചെടികൾ ഇങ്ങനെ വരുമായിരുന്നു. സോ ഇതാണ് കംപ്ലീറ്റായിട്ട് നമ്മളിങ്ങനെ വളർന്ന് വരുന്നോളും. വി ഡോണ്ട് കട്ട് ഇറ്റ് ഔട്ട്, അതങ്ങനെ വളരട്ടെ എന്ന് പറഞ്ഞങ്ങ് വിട്ടിരിക്കുകയാണ്. പിന്നെയുള്ളത് പച്ചമുളകാണ്. ചീര വളർന്നു വരുന്നുണ്ട്. ഇത് നമുക്ക് വിത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ചീര ഇത്ര ദൂരം വളർത്തി വെച്ചിരിക്കുന്നത്. സോ വിത്തെടുക്കാൻ 1-2 ചീരകൾ മാറ്റി വയ്ക്കും, 1-2 ചെടികൾ മാറ്റി വയ്ക്കും. ഇതുപോലെയൊക്കെ തന്നെ പച്ചമുളകിൻ്റെ ആയാലും തക്കാളിയുടെ ആയാലും എല്ലാത്തിൻ്റെയും നമ്മളിങ്ങനെ ചെടികൾ അങ്ങനെ മാറ്റി വയ്ക്കും. സോ ഇതൊരു ചെമ്പരത്തിയുടെ ഒരു ചെടിയാണ്. ഇതും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയത്. നമുക്ക് ചെന്നൈയിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പണ്ടൊക്കെ ഈ തേങ്ങയൊക്കെയാണ് തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളാണ് തരുന്നത്. ദറ്റ് ഈസ് വെരി ഗുഡ് ഐഡിയ ആക്ച്വലി. ഇത് ഡേറ്റ്സിൻ്റെ ചെടിയാണ് വരുന്നത്. ഈ ചെടി വെറുതെ കഴിച്ചിട്ട് നമ്മൾ ഈ ഡേറ്റ്സ് കഴിച്ചിട്ട് വെറുതെ ആ കുരുവെടുത്ത് കളഞ്ഞപ്പോഴത്തേക്കും വന്നൊരു സംഭവമാണ്. സെയിം ലൈക്ക് സപ്പോർട്ടയുടെ തന്നെ 2 ചെടികൾ വരുന്നുണ്ട്. അതും ഇതുപോലെ കഴിച്ചിട്ട് തുപ്പിയ കുരുവെന്ന് വന്ന സംഭവമാണത്. പുതിന ഉണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പുതിന പറിക്കുന്ന പോലത്തെ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. സോ അതും ഇവിടെ നിന്ന് തന്നെ എടുത്ത സംഭവമാണത്. പിന്നെയുള്ളത് വെള്ളരിക്കയുടെ വള്ളിയൊക്കെയാണ്, ചെടിയാണ്. പിന്നെ മുല്ലയുണ്ട്, ചെമ്പരത്തിയുണ്ട്, മേരി ഗോൾഡിൻ്റെ തന്നെ ചെടികളുണ്ട്. സോ ഇതെല്ലാം കംപ്ലീറ്റ്ലി ഇരുന്നുണ്ട്. ഈ പൂക്കളൊക്കെ വരുമ്പോഴത്തേക്കും കാണാനും നല്ല രസമായിരിക്കും. ഇതൊക്കെ പറിച്ച് നമ്മൾ പൂജാ റൂമിലാണ് വെക്കുന്നത് കേട്ടോ. മോസ്റ്റ്ലി ഈ പൂക്കളൊക്കെ ചെമ്പരത്തിക്ക് എടുക്കും. ചിലതൊക്കെ എടുത്ത് ചില സമയം ഇതൊക്കെ എടുത്ത് നമ്മൾ എണ്ണ കാച്ചാറുമുണ്ട്. സോ അതും എന്താ പറയുക, ബെനിഫിറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെന്ന് തന്നെ പറയാം. ഓക്കെ. സോ ലോങ് ബീൻസ്, വള്ളിപ്പയർ എന്ന് പറയും. അതിൻ്റെ നമ്മുടെ ഈ ഡ്രമ്മിൻ്റെ താഴെ തന്നെയുള്ള ഒരു ചെറിയൊരു സംഭവമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ചെറിയൊരു ചെടിയുടേതാണ്. അത് എൻ്റെ ഫാദറിൻ്റെ തന്നാണ്. ഞങ്ങൾ നാട്ടിൽ പോയപ്പോഴത്തേക്കും തന്നു വിട്ടതായിരുന്നു ഈ സംഭവം. പിന്നെയുള്ളത് മുരിങ്ങമരമുണ്ട്. അതും അത്രയേ വളരത്തുള്ളൂ. വിൽ ഗെറ്റ് ലോട്ട്സ് ഓഫ് ഡ്രം സ്റ്റിക്സ് ആക്ച്വലി നമുക്ക് കിട്ടാറുണ്ട്. ഒത്തിരി മുരിങ്ങയൊക്കെ കിട്ടാറുണ്ട് അതിൽ നിന്ന്. വഴുതനങ്ങ. സോ ചില വഴുതനങ്ങയൊക്കെ ഇങ്ങനെ ഡാമേജ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകും, കാരണം അത് പുഴുവരിക്കുന്നൊക്കെ പറയും. സോ അതിന് വന്നിട്ട് നമ്മൾ തേയില വെള്ളം ഇങ്ങനെ ഒഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് ക്യൂറാക്കുമെന്നാണ് പറയുന്നത്. ഇത് ഞാൻ കാണിക്കുന്നത് തൊണ്ടൻ മുളകിൻ്റെ ഒരു ടൈപ്പാണ്. നല്ല എരിവാണ്. കാന്താരിയുടെ അതേ എരിവുണ്ട് അതിന്. 1-2 തന്നെ ധാരാളമായിരിക്കും ഇതിന്. സോ ഇത് ഉപ്പിലൊക്കെ ഇട്ട് വയ്ക്കാനും നല്ല ടേസ്റ്റായിരിക്കും. വെറുതെ കഞ്ഞിക്കകത്തൊക്കെ ഇങ്ങനെ ഞെരടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും ഇതും. അത്യാവശ്യം കാന്താരി പോലത്തെ ഒരു ടേസ്റ്റ് തരുന്നൊരു മുളകാണത്. പിന്നെ കുറച്ച് നമുക്ക് ഏറെ ഇങ്ങനെ ഈ റോ കംപ്ലീറ്റ്ലി ഈ കൊടുത്തിരിക്കുന്ന ചീരയ്ക്കും
പച്ചമുളകിനും തക്കാളിക്കും വേണ്ടി മാത്രമാണ്. ഈ റോള് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയുമ്പം ചിലതൊക്കെ വിത്തെടുക്കാൻ വേണ്ടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ചിലതൊക്കെ അതിൻ്റെ ഇത് വരുമ്പോഴത്തേക്കും അത് എന്താ പറയുക, പച്ചമുളകും തക്കാളിയും ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മളത് പറിച്ചെടുക്കാറുമുണ്ട്, കഴിക്കാറുമുണ്ട്. എൻ്റെ കാലിൽ ചിരിപ്പെട്ട് ഓക്കെ. സോ കമ്മിങ് ബാക്ക് ടു വീഡിയോ. ഇതിൽ വന്നിട്ട് തക്കാളി കാണാൻ പറ്റും നിങ്ങൾക്ക്, തക്കാളി ആയി വരുന്നുണ്ട്. ഈ ചീരയൊക്കെ നമ്മൾ പറിക്കാറൊക്കെയായി. സോ ഈ ചീരയൊക്കെ ഞങ്ങൾ ആക്ച്വലി ഈ വീഡിയോ കഴിഞ്ഞ ആഴ്ച എടുത്തതാണ്. സോ ഇതൊക്കെ ചീരയൊക്കെ പറിച്ചു കഴിച്ചു, അതൊക്കെ തോരനൊക്കെ വെച്ച് കഴിച്ചു, അത് വേറെ കാര്യം. കുറച്ച് തക്കാളിയൊക്കെ നമ്മൾ പറിച്ചിട്ട്, നമുക്ക് തക്കാളി തന്നെ പല ടൈപ്പിൽ വരുന്നുണ്ട്. ചെറിയ ടൈപ്പിലൊരു ടൊമാറ്റോസൊക്കെ ഇപ്പോൾ കാണുന്നത് തന്നെ ഒരേ ചെടിയിൽ തന്നെ ഇങ്ങനെ ചെറിയ ടൈപ്പിലുള്ള ടൊമാറ്റോസൊക്കെ കിട്ടാറുണ്ട്. അതൊക്കെ ഇങ്ങനെ പാസ്തയിലൊക്കെ ഇട്ട് കഴിക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റല്ലേ. പാസ്തയും നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്നത്, ഈ ഇറ്റാലിയൻ ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിരിക്കും. ഇതൊക്കെ സംഭവങ്ങൾ വെറുതെ കഴിക്കാൻ പറ്റും. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നമ്മൾ വിളവെടുത്ത് തക്കാളി വെള്ളരിക്കയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായൊരു സംഭവമാണിത്. അതായത് ഈ കുമ്പളങ്ങ ഇങ്ങനെ വന്നു എന്നത് ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടന്നു പോകുമ്പം തിരിഞ്ഞു നോക്കിയപ്പോൾ ദാണ്ട ഒരു കുമ്പളങ്ങ. അൺഎക്സ്പെക്റ്റഡ് ആണ്. നമ്മൾ വെറുതെ വെള്ളം ഒഴിക്കുന്നുണ്ടോ നോക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഗ്രോണപ്പായി ഞങ്ങളുടെ എ സിയുടെ പുറകിലൊക്കെ ആയിട്ടാണ് വന്നത്. ഈ ഒരു ഡ്രമ്മിനകത്ത് നമ്മൾ ഈ വെജിറ്റബിൾ വേസ്റ്റൊക്കെ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെയാണ് ഇടുന്നത്. വിൽ നോട്ട് ത്രൂ ഇറ്റ് ഇൻ ഗാർബേജ്. നമ്മളെല്ലാം കൊണ്ടുവന്ന് ഇതിലാണ് ഇടുന്നത്. സോ അതിൽ നിന്ന് വന്നതായിരുന്നു ഈ വെള്ളരിക്ക, ഈ കുമ്പളങ്ങ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നതൊക്കെ. സോ ഈ ആഷ് ഗ്രൗണ്ട് ഇസ് അൺഎക്സ്പെക്റ്റഡ് ആണ്. ആഷ് ഗ്രൗണ്ട് നല്ല വലുപ്പമായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറ്റുവാണെങ്കിൽ അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യാൻ നോക്കാം. ഇതൊക്കെ ടൊമാറ്റോസ്. ഇത് ചെറിയ ടൈപ്പിലുള്ള ടൊമാറ്റോസാണ്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, അങ്ങനത്തെ ഒരു ടൊമാറ്റോസൊക്കെയാണിത്. സോ ഇത് വന്നിട്ട് മലബാർ വെള്ളരി. ഇതും നമ്മളിവിടെ വിളവെടുത്താണ്. നല്ല രസമാണ്, നല്ല ടേസ്റ്റുമാണ് ഈ സംഭവത്തിന്. എനിഹൗ നമ്മൾ ഈ വീഡിയോയുടെ നമ്മുടെ ലാസ്റ്റ് കിച്ചൺ ഗാർഡൻ ഇപ്പം എങ്ങനെയാണ് സെറ്റ് ചെയ്തത്, ഒരു ഗ്രീൻ ഷീറ്റ് നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് ഒത്തിരി താഴ്ന്നു വരാതിരിക്കാനും ചെടികൾക്ക് അധികം ഡാമേജ് ഒന്നും കിട്ടാതിരിക്കാനും കൂടിയാണ് നമ്മൾ ഈ ഗ്രീൻ ഷീറ്റ് ഇട്ടിരിക്കുന്നത്. സോ എൻ്റെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വിൽ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഐശ്വര്യ.